ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല പിസ്തയുടെ ഒരു കേക്കാണ്. ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. 1.5 കിലോ വെയിറ്റ് വരുന്ന പിസ്തയുടെ കേക്ക്. അപ്പോൾ ഓരോ ലെയറുകളും നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ഇപ്പം പിസ്തയും കുറച്ച് ബദാമും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഫില്ലിംഗ് ആയിട്ട്. കുറച്ച് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ലെയറുകളും നന്നായിട്ട് വെറ്റ് ചെയ്യുന്നതും ഒരു സ്പെഷ്യൽ സോക്കിംഗ് ആണ്. പാലും മിൽക്ക് മെയ്ഡും പിന്നെ അതിൻ്റെ ക്രഷുമൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിറപ്പ് കൊണ്ടാണ് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് അരമണിക്കൂറിന് ശേഷം ഫൈനൽ കോട്ടിംഗ് കൊടുക്കാനായിട്ട് ക്രീമിലേക്ക് കുറച്ച് പച്ചക്കളർ ചേർത്തു നന്നായിട്ടത് മിക്സ് ചെയ്തു. അങ്ങനെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. നല്ല ഭംഗിയത് കാണാനായിട്ട്. ഇനി ഫൈനൽ കോട്ടിങ്ങിന് ശേഷം ഒരു വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടൊരു ബെൽറ്റ് പോലെ താഴെ കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ ചോട്ടിൽ. അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുത്തു. അതിനുശേഷം മുകളിൽ ഒരു ചെറിയ നോസിൽ വർക്ക് റൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളും ഈസിയുമായിട്ടുള്ള വർക്കാണ്. പക്ഷെ കാണുമ്പോൾ വളരെ ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എങ്കിലും ഇത്തിരി സമയമൊക്കെ എടുക്കും. കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ ചുറ്റിലും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തപ്പോൾ എന്താ ഭംഗി നോക്കിക്കേ. നല്ല ഭംഗിയായിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് അങ്ങ് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഒരു ചെറിയ ചൂടോടുകൂടി നന്നായിട്ട് തണുത്തിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകത്തില്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ, നോക്കിക്കേ. അങ്ങനെ ഫൈനൽ വർക്ക് തീർന്നു. പിന്നെ പേരെഴുതി ഹാപ്പി ബർത്ത്ഡേ വലിയ മമ്മി എന്നായിരുന്നു, അതും കൂടി എഴുതി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്തൊരു ദിവസം തന്നെ ഇതിൻ്റെ പിസ്തയുടെ റെസിപ്പിയും കൂടെ ഒന്ന് ഇടാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ടോ, പേരും കൂടെ വെച്ച് കൊടുത്തു. ഇഷ്ടപ്പെട്ടോ ഫൈനൽ ലുക്ക്?